1990-ൽ മമ്മൂട്ടിക്ക് 3 ഭാഷകളിലായി 14 റിലീസുകളാണ് ഉണ്ടായിരുന്നത്. പാർവതി മേനോന്റെ ഹിന്ദി ചിത്രമായ ത്രിയാത്രി ആയിരുന്നു 90-ലെ മമ്മൂട്ടിയുടെ ആദ്യത്തെ റിലീസ്. മമ്മൂട്ടി അതിഥി വേഷത്തിലെത്തിയ ഈ ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ടു. ജനുവരി 28-ന് തിയേറ്ററിലെത്തിയ ജേസിയുടെ പുറപ്പാടായിരുന്നു മമ്മൂട്ടിയുടെ 90-ലെ ആദ്യത്തെ മലയാള ചിത്രം. സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടു. ഫെബ്രുവരി 16-ന് തിയേറ്ററിലെത്തിയ ജോഷിയുടെ നമ്പർ 20 മദ്രാസ് മെയിലായിരുന്നു അടുത്ത ചിത്രം. മോഹൻലാൽ നായകനായ ഈ ചിത്രത്തിൽ മമ്മൂട്ടിയായി തന്നെ ഒരു പ്രധാന വേഷത്തിലെത്തി. വലിയ ബഡ്ജറ്റിലൊരുങ്ങിയ ഈ സിനിമ തിയേറ്ററിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തു. മാർച്ച് 15-ന് തിയേറ്ററിലെത്തിയ TS സുരേഷ് ബാബുവിന്റെ കോട്ടയം കുഞ്ഞച്ചൻ 90-ലെ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ വിജയമായി മാറി. ഏപ്രിൽ 12-ന് തിയേറ്ററിലെത്തിയ MT IV ശശി ടീമിന്റെ മിഥ്യ തിയേറ്ററിൽ പരാജയപ്പെട്ടു. മെയ് 18-ന് തിയേറ്ററിലെത്തിയ മതിലുകൾ നിരവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ സിനിമയാണെങ്കിലും തിയേറ്ററിൽ പരാജയപ്പെട്ടു. മമ്മൂട്ടിയുടെ ആദ്യ തമിഴ് ചിത്രമായ മൗനം സമ്മതം ജൂൺ 15-ന് തിയേറ്ററിലെത്തി. K. മധു സംവിധാനം ചെയ്ത ഈ സിനിമ തമിഴ്നാട്ടിൽ ശരാശരിയിൽ ഒതുങ്ങിയെങ്കിലും കേരളത്തിൽ വിജയമായി. ജൂൺ 22-ന് തിയേറ്ററിലെത്തിയ ജോമോന്റെ സാമ്രാജ്യം കേരളത്തിൽ ശരാശരിയിൽ ഒതുങ്ങിയെങ്കിലും കേരളത്തിന് പുറത്ത് വിജയം നേടി. അർത്ഥത്തിന് ശേഷം സത്യനന്ദിക്കാട് മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കിയ കളിക്കളമായിരുന്നു അടുത്ത റിലീസ്. ജൂലൈ 19-ന് തിയേറ്ററിലെത്തിയ ഈ ചിത്രം തിയേറ്ററിൽ വിജയമായി. ഓഗസ്റ്റ് 31-ന് തിയേറ്ററിലെത്തിയ ഭദ്രന്റെ അയ്യർ ദ ഗ്രേറ്റ് തിയേറ്ററിൽ പരാജയമായി മാറി. അതേ ദിവസം തിയേറ്ററിലെത്തിയ ഹരിഹരന്റെ മമ്മൂട്ടി ചിത്രം ഒളിയമ്പുകളും തിയേറ്ററിൽ പരാജയമായി. സെപ്റ്റംബർ 27-ന് തിയേറ്ററിലെത്തിയ ജോഷിയുടെ കുട്ടേട്ടൻ തിയേറ്ററിൽ ശരാശരിയിൽ ഒതുങ്ങി. നവംബർ 30-ന് തിയേറ്ററിലെത്തിയ ജോഷിയുടെ ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് മികച്ച ചിത്രമായിരുന്നെങ്കിലും തിയേറ്ററിൽ പരാജയപ്പെട്ടു. ഡിസംബർ 20-ന് തിയേറ്ററിലെത്തിയ പരമ്പര 90-ലെ മമ്മൂട്ടിയുടെ മറ്റൊരു വലിയ പരാജയ ചിത്രമായി. സിബി മനോജിൽ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മമ്മൂട്ടി ഇരട്ട വേഷത്തിലാണ് എത്തിയത്.